മത്തനില കൊണ്ട് ഇതുപോലെ തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മത്തൻ്റെ തളിരിലകൾ നുള്ളിയെടുക്കാം. എന്നിട്ട് നല്ലവണ്ണം കഴുകി വെള്ളം വാർന്ന ശേഷം പൊടി പൊടിയായി അരിഞ്ഞെടുക്കാം. നല്ല തളിരിലയുടെ തണ്ടാണെങ്കിൽ അതുകൂടി അരിഞ്ഞെടുക്കാം. എന്നാൽ അത്ര തളിരല്ലാത്ത ഇലയാണെങ്കിൽ അതിൻ്റെ തണ്ടിനെ മുറിച്ച് മാറ്റാവുന്നതാണ്. നല്ല തളിരിലയാണെങ്കിൽ വാടുമ്പോൾ കുറച്ചേ കാണുള്ളൂ, അതുകൊണ്ട് കൂടുതൽ അളവെടുക്കണം. അല്ലാത്തതാണെങ്കിൽ കുറച്ചും കൂടി അളവ് കാണും നമ്മൾ തോരൻ വെച്ചെടുക്കുമ്പോൾ. കർക്കിടക മാസത്തിൽ കഴിച്ചിരിക്കണമെന്ന് പറയുന്ന 10 ഇലകളിൽ ഒന്നാണ് മത്തനില. ഇനി ഒരു പിടി ചെറിയ ഉള്ളി എടുത്ത് അതിനെ പൊടിയായി അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുകും വറ്റൽമുളകും ചേർത്ത് പൊട്ടിച്ച ശേഷം അതിലേക്ക് പൊടിയായി അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റാം. ഇത് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 200 ml ബൗളിൽ ഒരു ബൗൾ തേങ്ങയും അല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും എരിവിന് വേണ്ട 3-4 പച്ചമുളകും മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനിയും വഴറ്റിയ ഉള്ളിയിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മത്തനിലയും നമ്മൾ അരച്ചു വെച്ച അരപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരുമിച്ച് കൂട്ടി വെച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. കുറച്ചു സമയം അടച്ചു വെച്ച് വേവിച്ച ശേഷം അടപ്പ് മാറ്റി കൊടുക്കണം. പിന്നീട് തുറന്നിട്ട് നമുക്ക് വേവിക്കാം. നല്ല തളിരിലയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മത്തനില നിങ്ങൾ എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്ന് കമൻ്റ് ഇടണേ. മത്തനില തോരൻ വെന്ത് ഈ ഒരു പരുവമാകുമ്പോൾ വാങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.